സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും കൃഷ്ണദാസ് വിമർശിച്ചു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മുടെ ദേവസ്വം മന്ത്രി വായിച്ച പ്രധാനപ്പെട്ട കത്തുകളിലൊന്ന് അത് യോഗി ആദിത്യനാഥിൻ്റെതായിരുന്നു. അത് വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി CPM പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എല്ലാ സംഘപരിവാർ സംഘടനകളും എതിർക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ച ഒരു ചടങ്ങിൽ യോഗിയെ പോലെ സംഘപരിവാറിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കത്ത് ആ തരത്തിൽ എത്തുക, ആശംസ കത്തെത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായി പ്രദർശിപ്പിക്കുകയും അത് ദേവസ്വം മന്ത്രി വായിക്കുകയും ചെയ്തു. അത് BJP കേന്ദ്രങ്ങളിൽ പോലും ഒരുപക്ഷെ അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇവിടെ ഈ അയ്യപ്പ സംഗമത്തിനും യോഗിയുടെ ആശംസയുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇടതുപക്ഷ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ അതിന് ആശംസ യോഗി അർപ്പിക്കുക എന്നുള്ളത് വലിയ തരത്തിലാണ് ഒരു കൗതുകമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്തതും മറ്റും. അതിനുള്ള അതൃപ്തി പല BJP കേന്ദ്രങ്ങളും മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തു. അതാണ് ഇപ്പോൾ അന്വേഷിക്കുമെന്നും എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുമെന്ന് ഇപ്പോൾ ശ്രീ P.K. കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും BJPക്കെതിരെ അവർ ആ സംഗമവേദിയിൽ ഉന്നയിച്ച ഒരു ആയുധം അത് വളരെ കൃത്യമായി തന്നെ ഇതായിരുന്നു. അത് സംഘപരിവാർ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മറ്റൊരു വിശദീകരണം വരുന്നത് മുഖ്യമന്ത്രിമാർക്ക് പലപ്പോഴും പരസ്പരം മുഖ്യമന്ത്രിമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും കൃത്യമായ മറുപടി നൽകാറുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയമായി അല്ല, അതൊരു ഔദ്യോഗികമായ കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി കത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു മറുപടി നൽകും, അല്ലെങ്കിൽ ഒരു ആശംസ നൽകും. അതെല്ലാ സ്ഥലങ്ങളിലും അതുള്ള സംഭവിക്കുന്നതാണ്. അതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കാണണ്ട എന്ന് പറയുമ്പോഴും അത് ഇടതുപക്ഷ ഹാൻഡിലുകൾ വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചത് സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് ഈ കത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ BJP അടക്കം പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ഏതായാലും അത് ആ വിഷയത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്, P.K. കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്. അവിടെ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതല്ല, ഇത്തരത്തിലൊരു പരിപാടിയായിട്ട് കൂടി യോഗിയുടെ ഓഫീസ് അല്ലെങ്കിൽ യോഗി അറിഞ്ഞാണോ ഈ കത്ത് നൽകിയത് എന്നുള്ളതാണ്. അത് വ്യാജകത്താണ് എന്നുള്ള തരത്തിലുള്ള ആശങ്ക പോലും, അത്തരത്തിലുള്ള ഒരു കാര്യം പോലും ശ്രീ P.K. കൃഷ്ണദാസ് പറയുകയുണ്ടായി നമ്മളോട് സംസാരിച്ചപ്പോൾ. അത് യഥാർത്ഥ കത്താണോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥ കത്താണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സംഭവിച്ചേക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. BJP നേതാവ് P.K. കൃഷ്ണദാസ് ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപ് ബജസ്പതി ഉണ്ട്, ഇവിടുത്തെ സൗത്ത് സോൺ പ്രസിഡന്റ്, ആലപ്പുഴയുടെ പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ നിരവധി BJP നേതാക്കളുടെ സാന്നിധ്യം കൂടിയുണ്ട്. അങ്ങനെ BJPയുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും, BJP പ്രവർത്തകരുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും പൂർണ്ണമായും ഇത് അന്നത്തെ അയ്യപ്പ സംഗമത്തിന് ഒരു ബദലായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ആളില്ല കസേരകൾ എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ അവർക്ക് വളരെ കൃത്യമായി കൊടുക്കുന്ന മറുപടിയായി കൂടി ഈ സമ്മേളനത്തിലെ ആൾക്കൂട്ടം വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല.